ഹായ് ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. ഐ വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ടിബറ്റിലും നേപ്പാളിലും ഉണ്ടായ ഒരു ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് അവിടെ അനുഭവപ്പെട്ടത്. ഈ ഭൂകമ്പത്തിൽ ഏകദേശം 53ഓളം പേർ മരിക്കുകയും 62 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തു. അതിശക്തമായ ഭൂചലനമാണ്. കാരണം റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തിയത്. അതായത് ഇന്ന് രാവിലെ, അതായത് ചൊവ്വാഴ്ച ജനുവരി 7 ഇന്ത്യൻ സമയം രാവിലെ 6:35 ഭൂചലനം ഉണ്ടായത്. 6:35 ആദ്യത്തെ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിൽ 7.1 രേഖപ്പെടുത്തി. രണ്ടാമത്തെ ഭൂചലനം 7:02 ഉണ്ടായി. അത് റിക്ടർ സ്കെയിലിൽ 4.9 രേഖപ്പെടുത്തി. മൂന്നാമത്തെ ഭൂചലനം 7:07 ഉണ്ടായി. അത് റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തി. അങ്ങനെ തുടർചലനങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രകമ്പനമായിട്ട് തന്നെ ബീഹാറിലും ഉത്തരേന്ത്യയിലും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു. അത് നേപ്പാളിൻ്റെയൊക്കെ അതിർത്തി മേഖലകളായതുകൊണ്ട് തന്നെ അതിർത്തി മേഖലകളിൽ കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഭൂചലനം അനുഭവപ്പെട്ടു. ബീഹാർ ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം, ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു എന്നും റിപ്പോർട്ടുണ്ട്. 62 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 53 പേരാണ് മരിച്ചത്. അപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ നിരവധി പേർ കുടുങ്ങിക്കിടപ്പണമെന്നാണുള്ള റിപ്പോർട്ടുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം 1500ഓളം ഫയർ ആൻഡ് റെസ്ക്യൂ വർക്കർമാരെ നേപ്പാളും ഗവൺമെൻറ് നിയമിച്ചു കഴിഞ്ഞു. കാഠ്മണ്ഡുവിൽ, അതായത് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ജനങ്ങൾ വീടുകളിൽ നിന്നും പരിഭ്രാന്തര ഇറങ്ങി ഓടുകയൊക്കെയാണ് അത് രാവിലെ അവിടെ സംഭവിച്ചത്. പരിഭ്രാന്തര ഇറങ്ങി ഓടുകയും തെരുവുകളിലേക്കൊക്കെ ഓടുകയൊക്കെ ചെയ്തു. ഈ ഭൂചലനത്തിൻ്റെ ആ ഒരു പവർ കാരണം. എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് കിഴക്ക് മേഖലയിൽ, അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് കിഴക്ക് മേഖലയിൽ നിന്നും ഏകദേശം 75 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത്. അതായത് ഇന്ത്യയുടെയും യുറേഷ്യയുടെയും ഫലകങ്ങൾ കൂട്ടിമുട്ടുന്നതും അതോടൊപ്പം പർവ്വതനിരകൾക്ക് ഉയർച്ച നൽകുന്നതുമായ ആ ഒരു സ്ഥലമാണ് പ്രഭവ കേന്ദ്രം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെയാണ് ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത്. അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ വടക്ക് കിഴക്കായി ഏകദേശം 75 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത്. 7.1 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ അതിശക്തമായ ഭൂചലനമാണ് അവിടെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇത്രയും ആയതും ഇത്രയും പേർക്ക് പരിക്കേൽക്കുവാനും എല്ലാമുള്ള കാരണമെന്ന് പറയുന്നത്. നേപ്പാളിനെയും ടിബറ്റിനെയും പിടിച്ചു കുടുക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ത്യയിലും ഇതിൻ്റെ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടത്. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഭൂകമ്പ കേന്ദ്രമാണെന്ന് പറയാം. കാരണം സ്ഥിരമായിട്ട് അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. 2015 ഇതേപോലെ റിക്ടർ സ്കെയിൽ 7.8 രേഖപ്പെടുത്തിയ ഒരു അതിതീവ്ര ഭൂകമ്പം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 9000ഓളം പേരാണ് അന്ന് മരിച്ചത് 2015. അതിനു മുമ്പും സ്ഥിരമായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്, ഒരു മേഖലയാണ് നേപ്പാളിലുള്ളതെന്ന് പറയാം. കാഠ്മണ്ഡുവൊക്കെ അടക്കം, തലസ്ഥാനമായ കാഠ്മണ്ഡുവൊക്കെ അടക്കം. എന്നിരുന്നാലും തുടർ ഭൂചലനങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് അതിരാവിലെ തന്നെ തുടർ ഭൂചലനങ്ങൾ, ശക്തമായ 3 ഭൂചലനങ്ങളും അതോടൊപ്പം തീവ്രത കുറഞ്ഞ ഒട്ടനവധി ഭൂചലനങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആളുകൾ വീടുകളിൽ നിന്നും ഇറങ്ങി ഓടിയതും ഒക്കെ കാണുവാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ഏതായാലും 2025 സ്റ്റാർട്ടിങ് അത്ര ശുഭകരമല്ല എന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ അനുദിനം നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.